കരുതാതിരിക്കുമോ? എന്നെ മാത്രം കണ്ടു സ്വർഗം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? എനിക്കായി സ്വപുത്രനെ തന്നവൻ തൻ കൂടെല്ലാം നൽകാതിരിക്കുമോ? എന്നെ മാത്രം കണ്ടു സ്വർഗം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. എൻ പേർക്കായി യാഗമൃഗമായവൻ എൻ്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടു കാണവരെ ഉയർത്താതിരിക്കുമോ? എൻ പേർക്കായി യാഗമൃഗമായവൻ എൻ്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടു താണവരെ ഉയർത്താതിരിക്കുമോ? ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സ്തോത്രം. അവൻ്റെ കെട്ടഴിപ്പീൻ അവൻ പോകട്ടെ, യേശു കൽപ്പിച്ചു. കെട്ടഴിപ്പീൻ അവൻ പോകട്ടെ. കയ്യും കാലും കെട്ടിയിട്ടിരിക്കുന്നു, സ്വാതന്ത്ര്യമില്ല. ഭാഗ്യം, പക്ഷേ അവന് ജീവൻ കിട്ടി, ജീവൻ കിട്ടി, പക്ഷേ ഇപ്പോഴും സ്വാതന്ത്ര്യമില്ല. വ്യക്തമായൊരു മാറ്റമാണ് കിട്ടിയത്. കാരണം മരിച്ചു കിടന്നയാൾക്ക് ജീവൻ കിട്ടിയതെന്ന് നിസ്സാര കാര്യമല്ലല്ലോ. മരിച്ചു കിടന്നയാൾ അവിടെ ഡെഡ് ബോഡിയായിട്ട് ആ കല്ലറയിൽ കിടന്നിട്ട് 4 ദിവസമായി. മാർത്ത പറയുന്നുണ്ട്, കർത്താവേ നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായില്ലേ? മാർത്ത നിരുത്സാഹപ്പെടുത്തുകയാണ്. കർത്താവ് പറഞ്ഞു, കല്ല് നീക്കുവീൻ, തടസ്സം മാറ്റിത്തരൂ. ആ കല്ല്, മനുഷ്യർ വെച്ചിരിക്കുന്ന കല്ലങ്ങ് മാറ്റിത്തരൂ, കല്ല് നീക്കുവീൻ. നമ്മളതാ കർത്താവ് പറയുന്നത്. പ്രവർത്തിക്കാം, അത്ഭുതം കാണാം, കല്ല് നീക്കണം. ഇന്ന് ഒരു തടസ്സമുണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപ കിട്ടാൻ. കല്ല് വാതിക്കലിരിക്കുന്നു, ഒരു വിഘ്നമുണ്ടവിടെ, ഒരു തടസ്സമുണ്ടവിടെ. ആ കല്ല് നീക്കണം. അത് നാം തന്നെ സ്വയം ചെയ്യേണ്ടതാണ്. ജീവിതത്തിൽ നമ്മുടെ ഹൃദയമാകുന്ന കല്ലറ തുറന്ന് കാണിച്ചു കൊടുക്കണം കർത്താവിന്. ഹൃദയം തുറക്കണം. ഓർമ്മ വെച്ച കാലം മുതലുള്ള ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ദൈവത്തിന് സ്തോത്രം. ആഴമേറിയ ആത്മീയ അനുഭവത്തിലേക്ക് വരാൻ ഞാൻ സമർപ്പിച്ചപ്പോൾ ഞാൻ ചെയ്തത് ഒരു ഡയറി എടുത്ത് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലുള്ളതായ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി എഴുതി. എനിക്കൊന്ന് പാപങ്ങളെല്ലാം എഴുതി.
ഭാഗ്യവശാൽ പ്രവൃത്തിയിലൊന്നും പാപത്തിലേക്ക് പോകാനിടായിരുന്നില്ല. പക്ഷേ ചിന്തയിലൊക്കെ പാപമുണ്ടായിരുന്നു. എൻ്റെ വിചാരങ്ങളിലും വികാരങ്ങളിലും പാപമുണ്ടായിരുന്നു. ദ്രവ്യാഗ്രഹം ഉണ്ടായിരുന്നു. മനുഷ്യൻ മാനിക്കണമെന്നതായ ആഗ്രഹം ഉണ്ടായിരുന്നു. മനുഷ്യർ മാനിക്കുന്നില്ലെങ്കിൽ അവിടെ അങ്ങനെയുള്ളിടത്ത് ഞാൻ കൺവെൻഷന് പോകാതെ പോലും ഞാൻ മാറി നിന്നിട്ടുണ്ട്. കൺവെൻഷൻ വിളിച്ചാൽ പോവില്ല. ഇതിനെക്കുറിച്ച് അങ്ങനെയെല്ലാം ഉള്ള അതൊക്കെ പാവമാണെന്ന് ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഓരോന്നും എഴുതി, ഓരോന്ന് എല്ലാം. എന്നിട്ട് ഞാൻ എല്ലാം എഴുതിയ കഴിഞ്ഞ ശേഷം ആ ഡയറി ഞാൻ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വയ്ക്കുന്നതായിട്ട് ഞാൻ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥന വഴി ഇരുന്നുകൊണ്ട് ഞാനത് തുറന്നു വെച്ചു. കർത്താവേ, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. നീ എനിക്ക് പൂർണ്ണമായൊരു മോചനം തരണം, പൂർണ്ണമായൊരു കഴുകൽ തരണം. ഇനിയൊരു അണു പോലും എൻ്റെ ജീവിതത്തിൽ ശത്രു അവകാശം പറയുന്നു, പിശാച് അവകാശം പറയുന്ന ഒന്നും ഉണ്ടാകരുത്. നീ എന്നെ സഹായിക്കണം. എൻ്റെ പാവം പോക്കാനാണല്ലോ നീ കുരിശിൽ മരിച്ചത്. അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കർത്താവേ, നിനക്കറിയാമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ നിൻ്റെ ആണിപ്പാടുള്ള കരം നീട്ടി ഞാൻ എഴുതി വച്ചിരിക്കുന്ന ഈ പാവങ്ങളുടെ മേൽ നിൻ്റെ കരം വയ്ക്കണം. കർത്താവേ, എനിക്ക് മനസ്സിന് ഒരു വിടുതൽ തരണം, എൻ്റെ ഹൃദയത്തിന് ഒരു വിടുതൽ തരണം, ഒരു സ്വാതന്ത്ര്യം തരണം. ഈ പാപങ്ങളുടെ ബന്ധനം എല്ലാം എന്നിൽ അഴിച്ചു മാറ്റണം. ഭാഗ്യവശാൽ പ്രവൃത്തിയിൽ പാപത്തിലേക്ക് പോയില്ലെങ്കിലും ചിന്തയിലും വിചാരത്തിലും ആഗ്രഹത്തിലും എല്ലാം പാപം ഉണ്ടായിരുന്നു. വളരെ മ്ലേച്ഛമായ ചിന്തകളുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാം കർത്താവിൽ ഏൽപ്പിച്ചു. അതൊരു വലിയ ആത്മീയ അനുഭവമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇപ്പോൾ വചനം പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എല്ലാം തുറന്നു വെച്ചു. അന്ന് എനിക്ക് ഇന്നുള്ളതുപോലുള്ള അത്രയും കാര്യങ്ങൾ അറിയാൻ പാടില്ല. പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഈ എഴുതി വെച്ചതെല്ലാം യേശു ഏറ്റെടുത്തു. കർത്താവ് ആ ഡയറി കീറിക്കളഞ്ഞു. കർത്താവിൻ്റെ പാപത്തിൻ്റെ കടച്ചിട്ട് കീറിക്കളഞ്ഞു. ഒരു ഉറപ്പ് കിട്ടി. സ്തോത്രം. അതൊരു വലിയ അനുഭവമായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയാതെ തന്നെ സ്തുതി തുടങ്ങിയത്. അറിയാതെ തന്നെ ഹല്ലേലൂയ സ്തുതി എൻ്റെ നാവിന്മേൽ വന്നു. ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ആളുകൾക്ക് പലർക്കും മനസ്സിലായില്ല. ഞാൻ ഏതോ ഒരു അപകടത്തിൽ പോയി ചിന്തിച്ച ആളുകളുണ്ട്. ഏതോ ഒരു വേണ്ടാത്ത അപകടത്തിലേക്ക് പോവുകയാണ്, ഉള്ള സ്വത്തൊക്കെ നശിപ്പിച്ച് കളയും, ഇങ്ങനെ ഈ കൂട്ടായ്മയിൽ നടന്ന് അപകടം വരും എന്നൊക്കെ ചിന്തിച്ച ആളുകളുണ്ട്. എന്നെ സ്നേഹിക്കുന്നത് തന്നെയാണ്, എന്നെക്കുറിച്ച് കരുതലുള്ള കുടുംബക്കാർ തന്നെയാണ് അങ്ങ് ചിന്തിച്ചത്. എന്ത് പണ്ടത്തിന് എന്തിനൊക്കെയാണ് ഇങ്ങനെ പോകുന്നത്, ഇവൻ എന്തിൻ്റെ കുറവുണ്ടായിട്ട് എങ്ങനെ പോകുന്നതൊക്കെ ചിന്തിച്ച ആളുകളുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ എന്നെ കളിയാക്കിയവരുമുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ എനിക്ക് അതൊന്നും ചിന്തിക്കാനോ കേൾക്കാനോ തോന്നിയില്ല. എല്ലാം തുറന്നു വെച്ചു. എല്ലാം. ദൈവത്തിന് സ്തോത്രം. കല്ല് നീക്കുവീൻ എന്ന് കർത്താവ് പറഞ്ഞു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൊരു അത്ഭുതം സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ കല്ല് നീക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരണം. ജീവിതത്തിൽ തടസ്സം മാറ്റാൻ നിങ്ങൾക്ക് മനസ്സ് വരണം. എണ്ണി നോക്കുക. ഇതുവരെയുള്ള ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. എന്തെല്ലാം തെറ്റുകളാണ് വന്നത്, ഏതെല്ലാം അനർത്ഥങ്ങളാണ് കുടുങ്ങിയത്, ഏതെല്ലാം പാപങ്ങളാണ് നിങ്ങൾ വരിഞ്ഞ് മുറുക്കിയത്, ഏതെല്ലാം പൈശാചിക ബാധകളാണ് നിങ്ങളിൽ ഉണ്ടായിപ്പോയത്, ഏതെല്ലാം ധിക്കാരപരമായ നടപടികളാണ് നിങ്ങൾക്ക് വന്നുപോയത്, അഹങ്കാരത്തിലൂടെ നിങ്ങൾ എവിടെയെല്ലാം എന്തെല്ലാമാണ് പറഞ്ഞു പോയത്, നിങ്ങളുടെ സംസാരത്തിൽ വന്നുപോയ പാകപ്പിഴകൾ, നിങ്ങളുടെ കോപാക്രാന്തമായ പെരുമാറ്റം, നിങ്ങളുടെ വാശിയും ദുശാഠ്യവും, നിങ്ങളുടെ അശുദ്ധിയും അഴുക്കായ ജീവിതവും ഓരോന്നോരോന്ന് നിങ്ങൾ തുറന്നു വയ്ക്കുക. വൈകണ്ട, ഇപ്പോൾ തുറന്നു വയ്ക്കാം. കല്ല് നീക്കുവീൻ എന്നാണ് കർത്താവ് പറയുന്നത്. കല്ല് നീക്കുവീൻ. സ്തോത്രം. നീക്കിക്കൊള്ളുക, കല്ലെല്ലാം മാറ്റിക്കൊള്ളുക, തടസ്സത്തിൻ്റെ കല്ലെല്ലാം മാറ്റിക്കൊള്ളുക. ജീവിതത്തിലുള്ളതായ തടസ്സങ്ങൾ കല്ല് മാറ്റി കഴിയുമ്പോൾ കർത്താവ് നോക്കും. മാർത്ത പോലും പറഞ്ഞു, കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി, കല്ല് നീക്കിയാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല കർത്താവെ, ദുർഗന്ധം വന്നു തുടങ്ങി. പാവം മാർത്തയ്ക്ക് അറിഞ്ഞുകൂടാ നിത്യനായ രക്ഷകനാണ് വന്ന് നിൽക്കുന്നതെന്ന്. മാർത്തയ്ക്ക് അറിഞ്ഞുകൂടാ ആരാണോ നിൽക്കുന്നത്, ആരാണ് കല്ല് നീക്കാൻ പറഞ്ഞതെന്ന് മാർത്തയ്ക്ക് അറിഞ്ഞുകൂടാ. മാർത്തയ്ക്ക് യേശുവിനെ സ്നേഹമാണ്, ബഹുമാനമാണ്. പക്ഷേ ഈ പറഞ്ഞ വാക്ക് ആരുടേതാണ്? നിത്യനായ ദൈവത്തിൻ്റേതാണെന്ന് മാർത്തയ്ക്ക് മനസ്സിലായില്ല. ഇന്ന് നിങ്ങൾക്കും പലർക്കും മനസ്സിലായിട്ടില്ല ഈ കല്ല് നീക്കുമെന്ന് പറയുന്ന ആരാണെന്ന്. നിങ്ങൾ വിചാരിക്കും യോഹന്നാൻ സാർ ചില കാര്യങ്ങളൊക്കെ പറയുന്നു. നെവർ. അല്ല. സ്തോത്രം. അല്ല പറയരേ, അല്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് പറയുകയാണ്. ജീവനുള്ള ക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്ന് നിങ്ങളുടെ ചെവിയിൽ സ്വകാര്യമായി പറയുകയാണ്, മോനെ കല്ല് നീക്കിക്കോ. ഇന്ന് ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുമെന്നാണ് പറയുന്നത്. ഇന്ന് ജീവൻ കിട്ടുമെന്നാണ് പറയുന്നത്.
യൗവനക്കാരാ, നിൻ്റെ ജീവിതത്തിലെ കല്ലുകളെല്ലാം മാറ്റിക്കൊള്ളൂ, ഇന്ന് ജീവൻ കിട്ടുമെന്നാണ് പറയുന്നത്. ഇന്ന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് നിനക്കറിയാമോ? നിൻ്റെ ആത്മാവ് ജീവനില്ലാത്തതാണെന്ന് നിനക്കറിയാമോ? പാപം നിന്നെ ബന്ധിച്ചിരിക്കുകയാണെന്ന് നിനക്കറിയാമോ? പാപത്തിൻ്റെ അനേകം ബാധകൾ നിൻ്റെ മേലുണ്ടെന്ന് നിനക്കറിയാമോ? എന്നാൽ കർത്താവ് പറയുന്നു, ഇപ്പോൾ നിൻ്റെ കല്ല് നീക്കാൻ നിനക്ക് മനസ്സ് വന്നാൽ നിൻ്റെ ജീവിതത്തിലെ എല്ലാ പാപവും മാറ്റി, എല്ലാ ക്ഷീണവും മാറ്റി, പാപത്തിൻ്റെ ശമ്പളമായ മരണം മാറ്റി നിനക്ക് ജീവൻ പ്രദാനം ചെയ്യാൻ കർത്താവ് വന്നിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? യേശുക്രിസ്തുവിൻ്റെ അരികത്തോട് വരുന്നത് നിങ്ങൾക്കറിയാമോ? അരികത്തോട് വരുന്നു. മദ്യപാനത്തിൻ്റെ അശുദ്ധിയിൽ വീണുപോയ അനേകരുണ്ട്. മദ്യപാനം കൊണ്ട് കരൾ നഷ്ടപ്പെട്ടു പോയ അനേകരുണ്ട്. മദ്യപാനം കൊണ്ട് വൈറൽ ക്യാൻസർ വന്ന അനേകരുണ്ട്. ദൈവത്തിന് സ്തോത്രം. അശുദ്ധ ജീവിതം കൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ കേടുകൾ വന്നവർ അനേകരുണ്ട്. അഴുക്കായ ജീവിതം കൊണ്ട് മാരകമായ രോഗം പിടിപെട്ട അനേകരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം തരത്തിലുള്ളതായ ദുരിതങ്ങളോ ദുഃഖങ്ങളോ നിങ്ങൾക്ക് വന്നെങ്കിലും എല്ലാം മാറ്റിത്തരാൻ യേശു തങ്ങളുടെ അരികത്തേക്ക് വരികയാണ്. കല്ല് നീക്കുവീരെന്ന് പറയുകയാണ്. കല്ല് നീക്കാൻ ആവശ്യപ്പെടുകയാണ്. നീക്കിക്കൊള്ളൂ, വൈകണ്ട. കല്ല് മാറ്റിക്കൊള്ളൂ, താമസിക്കേണ്ട. യേശുവാണ് കൽപ്പിക്കുന്നത്, കല്ല് നീക്കുവീൻ. ദൈവത്തിന് സ്തോത്രം. അവർ കല്ല് നീക്കി യേശു മേലോട്ട് നോക്കി. സ്തോത്രം. നിത്യപിതാവിൻ്റെ തിരുമുഖത്തേക്ക് കർത്താവ് നോക്കി. സ്തോത്രം. യേശു മേലോട്ട് നോക്കി. അവർ കല്ല് നീക്കി യേശു മേലോട്ട് നോക്കി. ആ വാക്യം ഒന്ന് വായിക്കൂ. അവർ കല്ല് നീക്കി യേശു മേലോട്ട് നോക്കി. മേലോട്ട് നോക്കി. പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നത് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചുവെന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന്, നീയാണ് നീ അയച്ചത് എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഈ ജനത്തെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. ഇങ്ങനെ പറഞ്ഞിട്ട് കർത്താവ് ഉറക്കെ വിളിച്ചു, പേര് പറഞ്ഞു വിളിച്ചു. ലാസറേ പുറത്തു വരിക എന്ന് വിളിച്ചു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പേര് ചൊല്ലി വിളിക്കും. ഇന്ന് നിങ്ങളെ കർത്താവ് പേര് ചൊല്ലി വിളിക്കുകയാണ്. പേര് പറഞ്ഞ് വിളിക്കുകയാണ്. പുറത്തു വരിക എന്നാണ് പറയുന്നത്. മരിച്ചവൻ ജീവനുള്ളവനായി പുറത്തു വരട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. മരിച്ചവൻ ജീവനുള്ളവനായി പുറത്തു വരട്ടെ. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പാപം ചെയ്യും ദേഹി മരിക്കും. പാപം ചെയ്യുന്ന നാളിൽ മരിക്കും. ആത്മാവ് മരിച്ചിരിക്കുന്നു. എന്നാൽ കർത്താവ് പറയുന്നു, ലാസറയെ പുറത്തു വരിക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ലാസറയെ പുറത്തു വരിക എന്ന ശബ്ദം കേട്ടു. കർത്താവ് ലാസറിനെ പേർ ചൊല്ലി വിളിച്ചില്ലായിരുന്നെങ്കിൽ, പുറത്തു വരിക എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ എങ്കിൽ പാതാളത്തിലുള്ളവരെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വന്നേനെ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പേർ ചൊല്ലി വിളിച്ച് ലാസറയെ പുറത്തു വരിക വ്യക്തിപരമായി വിളിച്ചു. ഇന്ന് എൻ്റെ മാന്യ സഹോദരങ്ങളെ, നിങ്ങളെ യേശു വ്യക്തിപരമായി വിളിക്കുകയാണ്. നിങ്ങളുടെ പേര് യേശു അറിയാം. നിങ്ങളുടെ ഊര്, നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് യേശുവിനറിയാം. നിങ്ങളുടെ പശ്ചാത്തലം എന്താണെന്ന് യേശുവിനറിയാം. നിങ്ങളുടെ കഴിഞ്ഞ കാലം എന്താണെന്ന് യേശുവിനറിയാം. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാതിന് മുമ്പേ ദൈവം നിങ്ങൾ കണ്ടതാണ്, നിങ്ങൾ അറിഞ്ഞതാണ്. അതുകൊണ്ട് യേശുവിനെ നിങ്ങളെ അറിയാം. യേശു നിങ്ങൾ പേർ ചൊല്ലി വിളിക്കുന്നു, ലാസറേ പുറത്തു വരിക. ദൈവത്തിന് സ്തോത്രം. 17-ാമത്തെ വയസ്സിൽ ഈ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ ഞെട്ടിപ്പോയി. ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു അനുഗ്രഹീതനായ ദേവദാസൻ, പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, വളരെ മെലിഞ്ഞ ഒരു ശരീരമുള്ള ഒരാളാണ്, ഇത്രേ ഓർമ്മയുള്ളൂ. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ദേവാലയത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന അനേകർ ആത്മാവിൽ മരിച്ചവരാണ്. മരിച്ചവർ ജീവൻ ആഗ്രഹിക്കുന്നെങ്കിൽ യേശു എന്ന് വിളിക്കുന്നു, ലാസറയെ പുറത്തു വരിക എന്ന്. അദ്ദേഹം പറഞ്ഞു, ഈ കല്ലറയുടെ പുറത്ത് ദുർഗന്ധമില്ല. പുറത്ത് നല്ല മനോഹരമായ സ്ഥലം, അവിടെ ദുർഗന്ധമൊന്നുമില്ല. പക്ഷേ കല്ലറയുടെ അകത്ത് ദുർഗന്ധമുണ്ട്. ഇന്ന് ഈ ദേവാലയത്തിൽ നിന്നിരിക്കുന്ന അനേകം പേര് അകത്ത് ദുർഗന്ധമുണ്ട്. ചീത്ത ചിന്തകൾ, മലിന മോഹങ്ങൾ, മ്ലേച്ഛമായ ആഗ്രഹങ്ങൾ, അശുദ്ധമായ കൂട്ടുകെട്ടുകൾ, കൊള്ളരുതാത്ത ബന്ധങ്ങൾ, അനേകം പാവങ്ങൾ ജീവിതത്തിൽ ബാധിച്ചവരായി വന്നിരിക്കുന്നുണ്ട്. എന്നാൽ അകത്ത് ദുർഗന്ധമുണ്ട്. അങ്ങനെയുള്ളവരെയും നോക്കിക്കൊണ്ട്, പുറമേ പാവമൊന്നും ഇല്ലെങ്കിലും അകത്ത് പാവമുള്ളവർ, അങ്ങനെയുള്ളവരെയും നോക്കിക്കൊണ്ട് കർത്താവ് വിളിക്കുന്നു, ലാസറയെ പുറത്തു വരിക എന്ന്. ഞാൻ ഞെട്ടലോടെ ആ പ്രസംഗരമുഖത്തേക്ക് എപ്പോഴാണ് നോക്കിയത്. അതുവരെ എനിക്ക് വലിയ വിലയൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഭക്തനാണെന്നാണ് എൻ്റെ വിചാരം. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും, മാറായി പെരുന്നാൾ പള്ളിയിൽ പോകും, ബുധൻ പള്ളിയും നോമ്പ് നോക്കും, അങ്ങനെ എല്ലാം നോമ്പ് നമസ്കാരം എല്ലാം അതുപോലെ ചിട്ടയായിട്ടാണ്, വളരെ ചിട്ടയായിട്ട്. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ മരിച്ചു എന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു. കാരണം പാവമൊന്നും ചെയ്തിട്ടില്ല. ആളുകൾ പറയുന്ന വേണ്ടാതിനങ്ങൾക്കൊന്നും പോയിട്ടില്ല. അരുതാത്ത ഒരു ബന്ധമോ അരുതാത്ത ശീലമോ ഒന്നും ഉണ്ടായില്ല. ദുശീലങ്ങളൊന്നും ഉണ്ടായില്ല. ചീത്ത ശീലങ്ങൾ പഠിക്കാൻ അവസരം ഉണ്ടായില്ല. അതാണ് കാരണം. ചീത്ത ശീലങ്ങൾ പഠിക്കാനുള്ളതായ ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പഠിപ്പിക്കാനുള്ള ആളുകളുണ്ടായിരുന്നില്ല. അതുകൊണ്ട്
വേണ്ടാതിനങ്ങളൊന്നും പഠിച്ചില്ല. ഇപ്പോൾ തോന്നുന്നു ഭാഗ്യമായി പോയി എന്ന്. ദൈവത്തിന് സ്തോത്രം. ഇന്നും മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട്. ആണോടാണ് അവലക്ഷണമായത് പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് അറിയാൻ പാടില്ല, എനിക്കറിയാൻ പാടില്ല, അറിയാൻ ശ്രമിച്ചിട്ടില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവം കൃപ ചെയ്ത് പുറമേ പാവമൊന്നുമില്ല, അകത്ത് പാവമുണ്ട്. അന്ന് ദൈവത്തിന് സ്തോത്രം, ഞാൻ ഞെട്ടലോടെ അദ്ദേഹത്തിന് മുഖത്തേക്ക് നോക്കി. അതെനിക്ക് തോന്നി അദ്ദേഹം എൻ്റെ നേരെ വിരൽ ചൂണ്ടിയാണെന്ന്. ലാസറേ പുറത്തു വരിക. ഞാൻ അമ്പരപ്പോടെ തല താഴ്ത്തി. മരിച്ചവൻ പുറത്തു വന്നു. സ്തോത്രം. കയ്യും കാലും കെട്ടിയിരുന്നു. മരിച്ചവൻ പുറത്തു വന്നു. അന്ന് കർത്താവ് എനിക്ക് ജീവൻ തന്നു. ഒരാരംഭം മാത്രം, ഒരു മാനസാന്തരം തന്നു. ഇനി ഞാൻ പഴയതുപോലെയല്ല. അഴുക്കായതൊന്നിനും ചെവി കൊടുക്കുകയില്ല, ദേഷ്യം വരില്ല, കോപിക്കുകയില്ല, വാശി പിടിക്കുകയില്ല ഒക്കെ ചിന്തിച്ചു. പക്ഷെ പിന്നെയും വാശിയൊക്കെ വന്നിട്ടുണ്ട്, പിന്നെയും കോപമൊക്കെ വന്നിട്ടുണ്ട്. അന്ന് തീരുമാനമെടുത്ത് അങ്ങനെയൊക്കെയാണ്. പക്ഷെ പിന്നെയും ആ പഴയ മനുഷ്യൻ്റെ സ്വഭാവമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബന്ധി വരുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. അന്ന് ഈ വീട്ടിൽ നിത്യസൂര്യനായി യേശു വന്ന് ഉദിച്ചു. പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം അമ്മ തന്നെയാണ് പെര പോട്ട് തുറന്നത്. ഞാനും അമ്മയും പെങ്ങളും മാത്രമല്ലേ ഉള്ളൂ. അന്ന് അകത്ത് വന്നു, ഒത്താഴെല്ലാം കഴിഞ്ഞു. അമ്മയും പെങ്ങളും കിടന്നു, ഞാനും കിടന്നു. പക്ഷേ ഇനി ഞാൻ എഴുന്നേറ്റിരുന്നു. അന്ന് രാത്രി എൻ്റെ ജീവിതത്തിലെ ഒരു സന്തോഷത്തിൻ്റെ രാത്രിയായിരുന്നു. ക്രിസ്തുവിനെ തഴുകിയ രാത്രിയായിരുന്നു. ക്രിസ്തു തൻ്റെ തൃക്കരൻ്റെ മേലെ വെച്ച രാത്രിയായിരുന്നു. ക്രിസ്തുവിൻ്റെ കരവിനെ തലോടിയ രാത്രിയായിരുന്നു. എൻ്റെ പാപങ്ങളിലെ ക്രിസ്തു പരിഹരിച്ചത് എനിക്കൊരു ബോധ്യം വന്ന രാത്രിയായിരുന്നു. യേശു എന്നെ ഏറ്റെടുത്ത് എനിക്ക് ബോധ്യം വന്ന രാത്രിയായിരുന്നു. ആത്മാവിൽ മരിച്ച എനിക്ക് ജീവൻ തന്നെന്ന് എനിക്ക് ബോധ്യം കിട്ടിയൊരു ദിവസമായിരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞു. മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കയ്യും കാലും ശീലോട് കെട്ടിയും മുഖം റൂമാലുകൊണ്ട് മൂടിയിരുന്നു. മുഖം മൂടിയിരിക്കുന്നു, കയ്യും കാലും കെട്ടിയിരിക്കുന്നു. എങ്ങനെയാണ് വന്നത്? ലാസർ ഉയർത്തെഴുന്നേറ്റ് പിന്നെ എങ്ങനെയാണ് ജീവൻ പ്രാപിച്ചിട്ട് ഇങ്ങനെ കയ്യും കാലും കെട്ടിയ ആളും അവിടെ വന്ന് നിന്നത്? അതാണ് ദൈവത്തിൻ്റെ അത്ഭുതം. നമുക്ക് മനസ്സിലാവുകയില്ല. കയ്യും കാലും കെട്ടിയിരിക്കുന്നയാൾ, മുഖം റൂമാലുകൊണ്ട് മൂടിയ ആൾ ഇങ്ങനെ വന്ന് യേശുവിൻ്റെ പോലെ നിൽക്കുന്നു. അതുവരെ മരിച്ച് നാറ്റം വെച്ച് തുടങ്ങിയ ആ ശരീരം ഉയർത്തെഴുന്നേറ്റ് യേശുവിന് മുമ്പിലേക്ക് വന്ന് നിൽക്കുന്നു. ഒരാശ പറയാം, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ജീവൻ പ്രാപിച്ച് യേശുവിൽ ഒന്ന് യേശു നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വേണമോ നിങ്ങൾക്ക്? ജീവൻ വേണമോ നിങ്ങൾക്ക്? ആത്മാവിൽ ജീവൻ വേണമോ നിങ്ങൾക്ക്? മരിച്ചുപോയ ലാസർ ജീവൻ പ്രാപിച്ചു. പക്ഷേ കയ്യും കാലും കെട്ടിയിരിക്കുന്നു, മുഖം റൂമാലോട് മൂടിയിരിക്കുന്നു. കർത്താവ് നോക്കി, ഒരു രൂപം വന്ന് നിൽക്കുന്നു. ആ ഒരു ഡെഡ് ബോഡി ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നു. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി, എന്താണ് ഈ കാണുന്നത്, എന്താണ് ഈ കേൾക്കുന്നത്, എന്താണ് ഒന്നും മനസ്സിലാകുന്നില്ല. അവരെല്ലാവരും സംഭ്രമിച്ച് നിൽക്കുകയാണ്, അന്താളിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഇവൻ്റെ കെട്ടഴിപ്പീൻ, ഇവൻ പോകട്ടെ. സ്തോത്രം. ഇന്ന് ജീവൻ പ്രാപിച്ച അനേകരും കെട്ടുള്ളവരാണ്. വീണ്ടും ജന്മം പ്രാപിച്ച അനേകരും ബന്ധനമുള്ളവരാണ്. ഒരിക്കൽ സമർപ്പിച്ചു, വീണ്ടും ജന്മം കിട്ടി, പാവമോചനം കിട്ടി. പക്ഷേ ഇന്ന് ബന്ധനമുള്ളവരാണ്, അനേകം ബന്ധനങ്ങൾ. സ്തോത്രം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനന്ന് സമർപ്പിച്ചെങ്കിലും എന്നിൽ ബന്ധനങ്ങൾ പിന്നെയും ഉണ്ടായിരുന്നു. പിന്നെയും കോപമൊക്കെ വരുമായിരുന്നു, വാശിയും ഇഷ്ടക്കേടും മുഷിലൊക്കെ വരുമായിരുന്നു. കോപിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അമ്മയോടൊക്കെ ഞാൻ വാശി പിടിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ഒരു ജീവൻ കിട്ടി, പക്ഷേ ഞാൻ ഓൾറൈറ്റ് ആയില്ല. ഇന്നും ആയിട്ടുമില്ല. സ്തോത്രം. ഇന്നും ആയിട്ടില്ല. എൻ്റെ കർത്താവ് കാണുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ജീവനുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ഈ ശരീരത്തിൽ കൂടി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. ഈ ശരീരത്തിൽ കൂടി പരിശുദ്ധാത്മാവ് ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് എനിക്കറിയാം. എൻ്റെ രക്തധമനിയിൽ കൂടി പരിശുദ്ധാത്മാവിന് തീ ഒഴുകുന്നത് എനിക്കറിയാം. പരിശുദ്ധാത്മാവിന് തീ ഒഴുകുന്നത് കൊണ്ട് ഞാൻ അറിയാത്ത കാര്യങ്ങൾ കർത്താവ് എനിക്ക് മനസ്സിലാക്കി തരുന്നത് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇന്ന് ജീവൻ വേണമോ? യേശു എന്ന് വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ പേരറിഞ്ഞ് നിങ്ങൾ വിളിക്കുന്നുണ്ട്. ലാസറേ പുറത്തു വരിക എന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബേഥാനിയയിലെ ആ ചെറുഭവനത്തിലെ ആ പാവപ്പെട്ടവർക്ക് ആശ്വാസം കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ പേരിൽ വിളിക്കുകയാണ്. ലാസറേ പുറത്തു വരിക. മരിച്ചവൻ പുറത്തു വന്നു, കയ്യും കാലും കെട്ടിയും ശീല കൊണ്ട് മുഖം റൂമാൽ കൊണ്ട് മൂടി വരുന്നു. ദൈവത്തിന് സ്തോത്രം. ബന്ധനങ്ങൾ ഇനിയുമുണ്ട്. മകനെ ഇല്ല എന്ന് പറയരുത്. നീ ഒരു സമർപ്പണം എടുത്തവനാണ്.
മകളെ നീ ഒരു സമർപ്പണം ഒരിക്കൽ എടുത്താണ്, പാവം ചെയ്യലും തീരുമാനിച്ചതാണ്. പക്ഷേ ഇനിയും നിനക്ക് ബന്ധനങ്ങളുണ്ട്, ലോകത്തോടുള്ള ചരടുകളുണ്ട്, ലോകത്തോട് കെട്ടിയിരിക്കുന്ന ചില ചരടുകളുണ്ട്, ലോകത്തോട് ബന്ധിച്ചിരിക്കുന്ന ചില ചങ്ങലകളുണ്ട്. ഇന്ന് നിന്നെ ബന്ധിച്ചിരിക്കുന്ന ചരടുകൾ, ചില ചങ്ങലകൾ നിൻ്റെ ജീവിതത്തിലുണ്ട്. അതെല്ലാം കെട്ടഴിച്ച് മാറ്റണം, എല്ലാം അഴിച്ചു മാറ്റണം. ദൈവത്തിന് സ്തോത്രം. ചില സ്വഭാവത്തിൻ്റെ ദൂഷ്യങ്ങളുണ്ട്. പ്രകടമായ പാവത്തിലേക്ക് നീ പോകുന്നില്ല. മദ്യപാനം വിട്ടു, അല്ലെങ്കിൽ വൃത്തികെട്ട ജീവിതം വിട്ടു, ശരി മോഷണം വിട്ടു, കവർച്ച വിട്ടു, കൊള്ളാത്ത ബന്ധങ്ങൾ വിട്ടു. പക്ഷേ ഇന്നും നിൻ്റെ ജീവിതത്തിൽ ബന്ധനങ്ങളുണ്ട്. ബന്ധനങ്ങൾ നീ തിരിച്ചറിയുക. കർത്താവേ എൻ്റെ ബന്ധനം അഴിക്കണമേ നിങ്ങൾ പറയുക. സ്വാതന്ത്ര്യം കിട്ടും. സ്വാതന്ത്ര്യം ദൈവം തരുന്ന വാഗ്ദത്തമാണ്. സ്തോത്രം. ദൈവം സ്വാതന്ത്ര്യം തരും, ബന്ധനങ്ങൾ അഴിച്ചു തരും. ജീവൻ കിട്ടി പോരാ, ജീവൻ കിട്ടിയാൽ പോരാ, സ്വാതന്ത്ര്യം കിട്ടണം. അനേകരെ സമർപ്പിച്ചവരാണ്, പക്ഷേ ഇന്നും ബന്ധനമുണ്ട്. ഇത് പലർക്കും മനസ്സിലാകാത്ത കാര്യമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഞാൻ മാനസാന്തരത്തിലേക്ക് വന്നു. അതിനുശേഷം പിന്നീട് ഞാൻ വേദപുസ്തകം വായിച്ചപ്പോൾ ഒരിക്കൽ കണ്ടു, കർത്താവേ കർത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലോ എന്ന് പലരുവാനാളിൽ എന്നോട് പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുകയും എന്ന് ഞാൻ അവരോട് തീർത്തു പറയും. തരുശേഷം 7-ാം അധ്യായത്തിലെ വാക്യം അത് എന്നെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. കർത്താവേ കർത്താവേ ഇതിന് നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുക. ഓടിയാണ് നീ സുവിശേഷം പ്രസംഗിച്ച കാലം. അനേകം പള്ളികളിൽ പ്രസംഗിച്ചു, അനേകം പള്ളികളിൽ കേരളത്തിനകത്തും പുറത്തും പോയി പ്രസംഗിച്ചു. പക്ഷേ എന്നിൽ ചില ബന്ധനങ്ങളുണ്ടായിരുന്നു. കർത്താവേ കർത്താവേ എന്ന നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, ദൈവത്തിൻ്റെ നാമത്തിൽ വചനം പറഞ്ഞു. പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ചിലർ പ്രയോജനപ്പെട്ടതായി പറഞ്ഞിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കോട്ടയത്ത് അരിപ്പറമ്പിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരാൾ അന്ന് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാന്റെ പ്രസംഗം കേട്ട് ഞാൻ മാനസാന്തരപ്പെട്ടതാണെന്ന്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പിന്നെ ഈ ബന്ധനം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ കർത്താവേ ഇതിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരുവാനാളിൽ എന്നോട് പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോവുകയും ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അവിടെ തീർത്തു പറയും. സ്തോത്രം. ആ വാക്യമൊക്കെ കണ്ട് വായിച്ചപ്പോഴും ഞാൻ അമ്പരന്ന് പോയി. സ്തോത്രം. പിന്നെ വീണ്ടും വേർഭാഗം വായിച്ചു. നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ആകയാൽ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നവർക്ക് മാനസാന്തരപ്പെട്ട് നിൻ്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നീക്കുകയും ചെയ്യും. മാനസാന്തരപ്പെടുക. ഞാൻ മാനസാന്തരപ്പെട്ടതാണല്ലോ. കർത്താവ് പറയുന്നു നീ മാനസാന്തരപ്പെടുക എന്ന്. എഫേസോസിൽ സഭ മാനസാന്തരപ്പെട്ടവരായിരുന്നു, രക്ഷിക്കപ്പെട്ടവരായിരുന്നു. പക്ഷേ അവരോട് പറയുകയാണ് നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണ്ടിരിക്കുന്നവർക്ക് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. ഇന്ന് കർത്താവ് നമ്മളത് തന്നെയാണ് പറയുന്നത്. അത് എൻ്റെ ജീവിതത്തിൽ എന്നെ ഉലച്ചു. അങ്ങനെയാണ് 36-ാമത്തെ വയസ്സിൽ ഒരു ആഴമേറിയ സമർപ്പണത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവന്നത്. വളരെ ആഴമേറിയ ഒരു സമർപ്പണം. സ്തോത്രം. ഇവിടെ ഈ പിള്ളേരിരിക്കുന്ന സ്ഥലത്ത് അത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. ഇവിടെ ഒരു ഔട്ട് ഹൗസ് വീട് അതാണ്. പക്ഷേ ഔട്ട് ഹൗസ് ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ കിടപ്പുമുറിയായിരുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് 1971 മെയ് മാസം 10-ാം തീയതി രാത്രി ഞാനന്ന് പള്ളിയിൽ പ്രസംഗിച്ചു. അതിനുശേഷം ഇവിടെ വന്നു. ഭക്ഷണമെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. പക്ഷേ ഞാൻ ഉറങ്ങിയില്ല. ഞാൻ എഴുന്നേറ്റു. എൻ്റെ അലമാരിയെല്ലാം പരിശോധിച്ചു. പുസ്തകങ്ങൾ, എൻ്റേതല്ലാത്ത പുസ്തകങ്ങൾ ഇരിക്കുന്നു. ജീവിതമാകെ പിന്നെയും ശോധന ചെയ്തു. എനിക്ക് അവകാശപ്പെടാത്തത് പലതും എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് മനസ്സിലായി. ചിലരോട് വഴക്കുണ്ട്, ചിലരോട് പിണക്കമുണ്ട് ഒക്കെ മനസ്സിലായി. അന്നൊരു വ്യക്തമായ തീരുമാനമെടുത്തു. കർത്താവേ ഈ ആയുസ് നീ നിനക്ക് വേണ്ടി മാത്രം. യേശുവേ ഈ ആയുസ് നിനക്ക് വേണ്ടി മാത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇന്ന് ഈ സൗഖ്യം അനുഭവിക്കാം. കെട്ടഴിയും, ലാസറിൻ്റെ കെട്ടഴിയും. സ്തോത്രം. ലാസർ യേശുവിൻ്റെ കൂടെ നടക്കും. മാർത്തയും മറിയയും ഹൃദയോല്ലാസത്തോടുകൂടി യേശുവിൻ്റെ കൂടെ നടക്കും. കരഞ്ഞുകൊണ്ട് കല്ലറയിലേക്ക് പോയി യഹൂദന്മാരെ ഇപ്പോൾ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നു. യേശു ശാന്തനായി, യേശു മുന്നേ നടക്കുന്നു. ലാസർ ചേർന്ന് നടക്കുന്നു. 4 ദിവസം മുമ്പ് ഡെഡ് ബോഡിയായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയവൻ ഇപ്പോൾ യേശുവിൻ്റെ കൂടെ നടന്നു പോകുന്നു. സ്തോത്രം. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഡെഡ് ബോഡിയായി വന്നു, ആത്മാവിൽ മരിച്ചവരായി വന്നു. നിങ്ങൾക്ക് ജീവൻ പ്രാപിച്ച യേശുവിൻ്റെ കൂടെ നടക്കാം. ഇനി മുതൽ ജീവൻ പ്രാപിച്ച യേശുവിൻ്റെ കൂടെ നടക്കാം. യേശുവിൻ്റെ കൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. യേശുവിൻ്റെ കൂടെ നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു സന്തോഷമായിരിക്കും. 4 ദിവസം മുൻപ് കരഞ്ഞ് കണ്ണീരൊഴുക്കി കരഞ്ഞു വീർത്ത കണ്ണുകളുമായി
വേദനയോടെ നെടുവീർപ്പിട്ടുകൊണ്ട് നടന്ന സഹോദരിമാരിപ്പോൾ പുഞ്ചിരിയോടെ യേശുവിനെ മുഖത്ത് കണ്ണുപറിക്കാതെ നടന്നു പോകുന്നു. ലാസർ യേശുവിനോട് ചേർന്ന് നടക്കുന്നു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പിന്നെ ഒരു സംഭവം കൂടി നടക്കുന്നുണ്ട്, അത് ഇനി ഒരു ദിവസത്തിൽ പറയാം. സ്തോത്രം, ദൈവത്തിന് വലിയ നാമം മുഖത്തുപെടട്ടെ. സ്തോത്രം. ഞാൻ ഒന്നേ ചോദിക്കുന്നുള്ളൂ, ഇന്ന് ബന്ധനം കഴിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സ്വാതന്ത്ര്യം കിട്ടാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ വരിഞ്ഞിരി പൊറുക്കിയിരിക്കുന്ന ചങ്ങലകൾ ഏതെല്ലാമാണ്? എവിടെയെല്ലാമാണ് പിശാചുകൾ കെട്ടിയിരിക്കുന്നത്? ഏതെല്ലാം കാര്യങ്ങളിലാണ് പിശാചുകൾ ബന്ധിച്ചിരിക്കുന്നത്? പണത്തിലാണോ ബന്ധിച്ചിരിക്കുന്നത്? നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളിലാണോ ബന്ധിച്ചിരിക്കുന്നത്? ഫ്രണ്ട്ഷിപ്പിലാണോ ബന്ധിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്ഷിപ്പിലോ അല്ലെങ്കിൽ മൊബൈൽ ചാറ്റിങ്ങിലോ ആണോ നിങ്ങൾ ബന്ധിച്ചിരിക്കുന്നത്? മദ്യത്തിലോ കഞ്ചാവിലോ ആണോ നിങ്ങൾ ബന്ധിച്ചിരിക്കുന്നത്? വീട്ടിൽ വഴക്കിലോ പിണക്കത്തിലോ കലഹത്തിലാണോ നിങ്ങൾ ബന്ധിച്ചിരിക്കുന്നത്? ഭർത്താവിനുള്ളതായി വൈരുദ്ധ്യത്തിലാണോ ബന്ധിച്ചിരിക്കുന്നത്? ഭാര്യയോടുള്ളതായി നീരസത്തിലാണോ ബന്ധിച്ചിരിക്കുന്നത്? കുടുംബത്തിൽ കലക്കമുണ്ടാക്കുന്ന സ്വഭാവത്തിലാണോ നിങ്ങൾ ബന്ധിച്ചിരിക്കുന്നത്? ബന്ധനമെല്ലാം അഴിയും. വിശ്വസിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കിട്ടും, കടത്തിന് ഒരു പൊറുതി കിട്ടും. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കൂ. യേശു ക്രിസ്തുങ്ങൾക്ക് വാക്ക് തരികയാണ്, മോനെ നിൻ്റെ കടത്തിനൊരു പൊറുതി കിട്ടും, മോളെ നിൻ്റെ ഭാരങ്ങൾക്കൊരു പൊറുതി കിട്ടും, യൗവനക്കാരാ നിൻ്റെ ജീവിതത്തിലെ ഭാരങ്ങളെല്ലാം മാറിക്കിട്ടും, നിനക്ക് ആശ്വാസം കിട്ടും. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. സമാധാനത്തിൻ്റെ വചനവുമായി നാഥൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ യേശുവിനെ വിളിപ്പീൻ, കർത്താവേ എന്നെ വിട്ട് കടന്നു പോകല്ലേ, എൻ്റെ മേൽ തൃക്കരം വെച്ചിട്ടേ പോകാവൂ, എൻ്റെ ബന്ധനം അഴിച്ചിട്ടേ പോകാവൂ, എൻ്റെ കെട്ടുകളെല്ലാം പൊട്ടിച്ചിട്ടേ പോകാവൂ, എൻ്റെ എല്ലാ ബന്ധനങ്ങളും മാറ്റണമേ കർത്താവേ, എൻ്റെ എല്ലാ ബാധകളും മാറ്റണമേ, എൻ്റെ മേലുള്ള ശാപങ്ങൾ മാറ്റണമേ, കുടുംബത്തിനുമേലുള്ള ശാപങ്ങളെല്ലാം മാറ്റണമേ, എന്നെ നീ തൊടണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ നാഥാ, എൻ്റെ മേൽ തൃക്കരം വയ്ക്കണമേ. പ്രാർത്ഥിക്കൂ, നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. നിങ്ങൾ ആകുലങ്ങൾ മാറട്ടെ, ഭാരങ്ങൾ നീങ്ങട്ടെ, സങ്കടങ്ങൾ തീരട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ തീരട്ടെ, നിങ്ങളുടെ രോഗങ്ങൾ മാറട്ടെ, ബാധകൾ മാറട്ടെ, പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാസ്തവമായി അനുഭവം പ്രാപിക്കണമെന്നുള്ളവർ ഇരുകരെ ഉയർത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാപങ്ങൾ മാറിപ്പോകട്ടെ, ബാധകൾ നീങ്ങിപ്പോകട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാധിരാജനായ ഞങ്ങളുടെ പൊന്നേശുനാഥ, അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരെയും ഇവിടെ തൊടുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഉയർത്തിയ കരങ്ങളിൽ അവിടെ നിന്ന് ചാടിപ്പിടിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ അതിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളോടുള്ള വാത്സല്യത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ബന്ധനഴിപ്പാനോട് ബന്ധപ്പെടുന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. എൻ്റെ നാഥൻ വീണ്ടും വരുമ്പോൾ തിരുസനിലേക്ക് പറന്നു വരാൻ തക്കൊണ്ട് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. തിരക്തന് മുദ്ര ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ കർത്താവേ. എപ്പോഴും ആ മുദ്ര വഹിച്ചുകൊണ്ട് നിൽപ്പോൾ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിച്ച് സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.